കാണാൻ ഒരുപോലെ ഇരിക്കുമെങ്കിലും മുളകാ പച്ചടിയും പുളിയിഞ്ചിയും രണ്ടും രണ്ട് വിഭവങ്ങളാണ്. ഈ രണ്ട് വിഭവങ്ങളും നമുക്കിന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെട്ടാലോ? ഈ വിഭവങ്ങൾ തയ്യാറാക്കുന്നതോടൊപ്പം ഇവ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസങ്ങളും രുചി ഇരട്ടിപ്പിക്കാനുള്ള സ്പെഷ്യൽ ടിപ്സും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടോളൂ കേട്ടോ. ഈ രണ്ട് വിഭവങ്ങളുടെയും മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ പുളി. പക്ഷെ രണ്ടിലും രണ്ട് തരത്തിലാണ് പുളി ചേർക്കുന്നത്. ഈ വലിയ ഉണ്ട പുളിയിഞ്ചിക്കും ചെറിയ ഉണ്ട മുളകാ പച്ചടിക്കും വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. പക്ഷേ ആ അളവ് കാണിക്കാൻ വേണ്ടി ഉരുട്ടിയേ ഉള്ളൂ. ഞാനിവിടെ ഒരുമിച്ചാണ് ഇത് സോക്ക് ചെയ്യുന്നത്. ഇത് ചേർക്കുന്ന സമയത്ത് ആ പുളിക്കനുസരിച്ച് ഞാൻ ചേർക്കുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഞാൻ ഇളം ചൂടുവെള്ളത്തിലാണ് കേട്ടോ പുളി സോക്ക് ചെയ്ത് വെക്കുന്നത്. മാത്രമല്ല ഈ ഉണ്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് നല്ല വൃത്തിയായിട്ട് ഇത് സോക്ക് ചെയ്ത് വരുള്ളൂ. ആ സമയത്ത് നമുക്ക് മുളകാ പച്ചടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് എള്ളാണ് കേട്ടോ. പിന്നെ കടുക് വേണം, പിന്നെ ഉഴുന്ന് പരിപ്പ് വേണം, പിന്നെ ഉലുവ വേണം. ഇതൊക്കെ കൃത്യമായ അളവിലെടുക്കണേ. പിന്നെ കായം വേണം. ഇതിൻ്റെയൊക്കെ കൃത്യമായ അളവുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്തോളൂ. ഇവയെല്ലാം കൃത്യമായ അളവിൽ അതിൻ്റേതായ സമയത്ത് നമ്മൾ ആ കറിയിലേക്ക് ചേർക്കണം. എന്നാലേ ഉള്ളൂ കറക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചമുളക്. ഞാനിവിടെ ഉണ്ടമുളകാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ചെറുതായിട്ടൊന്ന് സ്ലിറ്റ് ഇട്ട് കൊടുക്കണം. അതിന് താഴ്ഭാഗം വരെ സ്ലിറ്റ് പോവരുത്. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് സ്ലിറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലാ മുളകും നമുക്ക് അങ്ങനെ സ്ലിറ്റ് ഇട്ട് കൊടുക്കാം. മുളകാ പച്ചടിയുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മുളക് തന്നെയാണ്. മറ്റ് നീളത്തിലുള്ള മുളകും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഞാൻ 400 ഗ്രാമിൻ്റെ ഒരു ശർക്കരയുടെ ഉണ്ട ഞാൻ പാവ് കാച്ചാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് പാവ് കാച്ചി എടുക്കുകയാണ്. ശർക്കര പാനിയിൽ പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം ഉഴുന്ന് പരിപ്പാണ് വറുത്തെടുക്കുന്നത്. ഇതിങ്ങനെ ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ. ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നാൽ മതി. അതിനുശേഷം നമുക്കതിലേക്ക് ഉലുവ ചേർക്കാം. അപ്പോൾ ഉലുവ കൂടി ചേർത്ത് വഴറ്റുമ്പോൾ ഒന്നുകൂടി ഉഴുന്ന് ബ്രൗൺ കളറാവും കണ്ടോ. ഇനി നമുക്ക് എള്ള് ചേർക്കാം. എള്ള് ലാസ്റ്റ് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, എള്ളിങ്ങനെ മൂക്കും തോറും അത് പൊട്ടി തുടങ്ങും. വല്ലാതെ പൊട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലിഡ് വെച്ച് ഇത് അടച്ചു വെക്കുന്നതാണ് നല്ലത്. ഉടനെ തന്നെ തീ ഓഫാക്കുക. എന്നിട്ട് തുറന്ന ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക്, അതായത് പരന്ന പാത്രത്തിലേക്ക് ഇത് നിരത്തിയിടണം കേട്ടോ. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുളകില്ലേ അത് വഴറ്റിയെടുക്കുക. ഇതിങ്ങനെ വറുത്തെടുത്ത പോലെയൊന്നും ആക്കണ്ട. അതിൻ്റെ പുറത്തുള്ള ആ കളറൊക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ വറുത്താൽ മതി. ഒരു പ്രത്യേക ഫ്ലേവർ ഇങ്ങനെ വറക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മുളകാ പച്ചടിയുടെ ഒരു ഹൈലൈറ്റ് സ്റ്റെപ്പാണ്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ വാങ്ങി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശർക്കരപ്പാനി നല്ലപോലെ തേനിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങി വയ്ക്കാം. നേരത്തെ നമ്മൾ വറുത്ത് വെച്ച ചേരുവകളെല്ലാം തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കും ചെയ്യാം കേട്ടോ. പുളി നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് കൈകൊണ്ട് നല്ലപോലെ ഞെരടിയെടുത്ത ശേഷം പിഴിഞ്ഞെടുക്കാം. ഇതിലൊരുപാട് വേസ്റ്റ് ഭാഗങ്ങളില്ലേ, അതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടൊന്ന് അരിച്ചെടുക്കുന്നത് നന്നായിരിക്കും. അരിച്ചെടുത്ത ശേഷം നമുക്ക് കിട്ടുന്ന വേസ്റ്റ് കളയൊന്നും വേണ്ട. ഒന്നുകൂടി കുറച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്താൽ വേറൊരു കറിക്കുള്ള പുളി കൂടി നമുക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഒരു കണ്ടെയ്നറിലാക്കി ഈ വേസ്റ്റ് ഭാഗം നമുക്ക് എടുത്തു വെക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണേ. ഇനി നമ്മുടെ മുളകാ പച്ചടിക്ക് ആവശ്യമായിട്ടുള്ള പുളി ഈ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ശർക്കര ഇതുപോലെ കൺസിസ്റ്റൻസിയിൽ നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നേരിട്ട് കുറുക്കി സമയം കളയണ്ട. ഇതൊരു ടിപ്പാണ് കേട്ടോ. അങ്ങനെ മുളകും മഞ്ഞളും ചേർത്ത പുളിവെള്ളം നന്നായിട്ട് ഇളക്കി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം കേട്ടോ. ഈ പുളിയാണെങ്കിലും ശർക്കരപ്പാനിയാണെങ്കിലും വല്ലാതെ വാട്ടറി ആയിട്ട് എടുക്കരുത്. ഇങ്ങനെ ഒരു കുറുകിയ പരുവത്തിനാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിൽ കിട്ടും ചെയ്യും. കണ്ടോ, ശർക്കരപ്പാനി കൂടി ചേർത്തു. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇത് ഇവിടെ കിടന്നിട്ട് ഒന്ന് തിളച്ച് കുറുകട്ടെ. ഒന്ന് ജസ്റ്റ് കുറുകി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് മുളക് വഴറ്റി വെച്ചത് ചേർക്കാം.
ഇനി ഈ മുളക് ആ പുളിവെള്ളത്തിൽ കിടന്ന് തിളയ്ക്കണം. മധുരവും ഉപ്പും പുളിയൊക്കെ ഉള്ള ആ ഒരു ഗ്രേവിയിൽ കിടന്ന് മുളക് നന്നായിട്ട് വെന്ത് വരണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഓരോ മുളക് വെച്ചിട്ടാണ് ഇത് വിളമ്പിയെടുക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു വള്ളുവനാടൻ സദ്യ വിഭവമാണ് ഈ ഒരു മുളകാ പച്ചടി. വള്ളുവനാടൻ കല്യാണങ്ങളിലും ഓണസദ്യകളിലൊക്കെ ഇത് പ്രധാനമാണ് കേട്ടോ. ഇത് പുളിയിഞ്ചിയുടെ ഏതാണ്ട് അടുത്ത് നിൽക്കും ടേസ്റ്റ്, പക്ഷേ നല്ല ഡിഫറൻസ് ഉണ്ട് ഇതിൻ്റെ ഒരു രുചിക്ക്. അതിന് കാരണം ഈ ഒരു പൗഡർ തന്നെയാണ്. എള്ള്, ഉലുവ, ഉഴുന്ന് ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ച് ഈ ഒരു പൗഡർ ആ ഒരു ശർക്കരപ്പാനിയിലും പുളിയിലും ഒക്കെ മിക്സായി വെന്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അത് പുളിയിഞ്ചിയിൽ നിന്നും ഡിഫറെൻ്റ് ആയൊരു ടേസ്റ്റ് തന്നെയാണ്, എന്നാൽ അടുത്ത് നിൽക്കുന്ന ഒരു ടേസ്റ്റ് കൂടിയാണ്. ഇനി നമുക്ക് കടുക് അരച്ചത് ചേർക്കാം. ഇതിങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഇതിങ്ങനെ പൊടിച്ച് ചേർക്കുന്നവരും ഉണ്ട്, പക്ഷേ ഇങ്ങനെ അരച്ചിട്ടൊന്ന് ചേർത്ത് നോക്കൂ, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അവസാനമായിട്ട് കായം പൊടി കൂടി ചേർത്ത് ഇളക്കാം. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇനി ആ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ഇതെല്ലാതും കൂടി യോജിച്ചോളും. ഒന്ന് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണ്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, മുളകാ പച്ചടിയിൽ മുളകുകൾ കിടക്കുന്നത് കണ്ടോ? ഈ ഓരോ മുളക് വീതം ഇങ്ങനെ വിളമ്പണം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് ഈ കറിയിലേക്ക് കൊട്ടാം. ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ വീട് നിറയെ ഒരു പ്രത്യേക സുഗന്ധമാണ്. ഉഴുന്നൊക്കെ വറുത്ത് പൊടിക്കുമ്പോൾ അതിൻ്റെ ഒരു മണം ഒന്ന് വേറെ തന്നെയാണ്. എൻ്റെ തറവാട്ടിലൊക്കെ ഓണത്തിൻ്റെ തലേന്ന് രാത്രിയാണ് ഈ പുളിയിഞ്ചി ആണെങ്കിലും മുളകാ പച്ചടി ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ ആ സമയത്ത് ഒരു പ്രത്യേക മണം വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കും. ഇതെല്ലാം വറുത്ത് പൊടിച്ചതിൻ്റെയും വറവിട്ടതിൻ്റെയും ഒക്കെ അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ്. അടുത്തത് നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം. 1.5 കപ്പോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. 1/2 കപ്പോളം പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ചേർക്കാം. കുറുകിയ പുളിയുടെ ചാറാണ് ചേർക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കി ചൂടാക്കാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്ത് തുടങ്ങാം. ഈ സമയം പുളി തിളച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അതിലേക്ക് ശർക്കര പാനി കൂടി ചേർത്ത് ഇളക്കുകയാണ് കേട്ടോ. ഇത് രണ്ടും ഇങ്ങനെ ഒരുമിച്ച് തന്നെ നമുക്ക് ചെയ്യാം. ഇഞ്ചിയും പച്ചമുളകും നല്ല ചുവന്ന് വരുന്ന പോലെ വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് കായവും ചേർക്കാം. എൻ്റെ കയ്യിലുള്ള കായം ഒരു ഗ്രാന്യൂൾ രൂപത്തിലുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ചേർത്തിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഈ മിക്സ് പുളി ശർക്കര മിക്സിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം. കണ്ടോ, ഇനി ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ആ ഒരു എസൻസ് മുഴുവനും പുളിയിലും ശർക്കരയിലും അങ്ങോട്ട് മിക്സ് ആവുന്ന വരെ നമ്മൾ നല്ലപോലെ കുറുക്കിയെടുക്കണം. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ചെറിയ ബബിൾസിലുള്ള പതയായിരിക്കും ആദ്യം വരിക. ഇത് പാകമാവുന്നതിനനുസരിച്ചിട്ട് ബബിൾസിൻ്റെ വലിപ്പം കൂടും, വലിയ വലിയ ബബിൾസായിട്ട് വരും. അങ്ങനെയുള്ള സ്റ്റേജിലാണ് നമ്മളിത് വാങ്ങി വെക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാവും. കണ്ടോ, കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ വറുത്തിട്ടല്ലേ ചേർത്തത്, അതിൻ്റെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ ഉണ്ട്. ഇഞ്ചി ഇങ്ങനെ കുനുകുനാന്നരിയുമ്പോഴാണ് അതിൻ്റെ രുചി. കണ്ടോ, വലിയ ബബിൾസ് രൂപപ്പെട്ടത് ഈ ഒരു സ്റ്റേജാണ് കേട്ടോ കറക്റ്റ് പാകം. പിന്നെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഇരുന്നിട്ട് ഒന്നുകൂടി കുറുകും. ഈ സ്റ്റേജിൽ നമ്മളിതിലേക്ക് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാവരും ചേർക്കുന്നൊരു കാര്യമല്ല കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഉഴുന്ന് നല്ല ചുവക്കെ വറുത്ത് പൊടിച്ചതാണ്. ഈ ഒരു ചേരുവ കൂടി ചേർക്കുമ്പോൾ പെട്ടെന്ന് അത് കുറുകി കിട്ടുകയും ചെയ്യും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ സമയത്തൊന്ന് ടേസ്റ്റ് നോക്കി എന്തെങ്കിലും കുറവുണ്ടോയെന്നറിയാൻ. ഒന്നും കുറവില്ല, എല്ലാം കറക്റ്റാണ്. ഇനി നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും മുളകും കറിവേപ്പിലയും മൂപ്പിച്ച് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ വറവും ഇട്ടു. അങ്ങനെ നമ്മുടെ പുളിയിഞ്ചി ഇവിടെ റെഡിയായിട്ടുണ്ട്. പുളിയിഞ്ചിക്ക് ഇഞ്ചിപ്പുളി എന്നും പലരും പറയാറുണ്ടല്ലേ. എങ്ങനെ വിളിച്ചാലും സംഭവം സൂപ്പർ ടേസ്റ്റാണ്. ഇനി ഈ 2 വിഭവങ്ങളും നമുക്ക് ഓരോ ബൗളിലാക്കിയിട്ട് എടുത്തു വെക്കാം. മുളകാ പച്ചടി കുറച്ചുകൂടി ബ്ലാക്ക് ഷെയ്ഡിലാണ് ഇരിക്കുന്നത് അല്ലേ, എന്നാലോ പുളിയിഞ്ചി ഒരു ഡാർക്ക് ബ്രൗൺ മെറൂൺ ഷെയ്ഡിലാണ് ഇരിക്കുന്നത്. മുളകാ പച്ചടി വിളമ്പുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഒരു മുളകും കുറച്ച് ഗ്രേവിയും. പുളിയിഞ്ചി ആണെങ്കിലും വളരെ കുറച്ച് അളവിലാണ് സദ്യയിലൊക്കെ വിളമ്പാറുള്ളത്.
അത്രേ വേണ്ടുള്ളൂ. അതന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ഫ്ലേവർ അല്ലേ. മുളകാ പച്ചടി കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഞെരടി അതിൻ്റെ കുരുവൊക്കെ എടുത്തിട്ട് ആ ഒരു ഗ്രേവിയിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കണം. പുളിയിഞ്ചി ആകുമ്പോൾ വല്ലാതെ ഇങ്ങനെ ഒഴുകിപ്പോവരുത്, ഇതുപോലെ കട്ടിയായിട്ടിരിക്കണം, അപ്പോഴാണ് സ്വാദ് കൂടുക. ഇത് രണ്ടും ഞാനിങ്ങനെ കയ്യിൽ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. രണ്ടിൻ്റെയും കളറിലുള്ള വ്യത്യാസം കണ്ടോ. അപ്പോൾ ഇപ്പോൾ മുളകാ പച്ചടിയും പുളിയിഞ്ചിയും തമ്മിലുള്ള ഡിഫറൻസും അതിലെ ചേരുവകളുടെ പ്രത്യേകതകളൊക്കെ മനസ്സിലായല്ലോ. ഞാനിപ്പോൾ ഷെയർ ചെയ്ത ഈ റെസിപ്പീസും അതിൽ പൊടിക്കൈകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഇതേ മണത്തിലും രുചിയിലും നിങ്ങൾക്കും ഇതെല്ലാം കഴിക്കാൻ പറ്റും. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ശരി എന്നാൽ.